കച്ചവട യുക്തിയിൽ അധിഷ്ഠിതമായ താല്പര്യത്തോടെ മാത്രം ഇടതുവിരുദ്ധത തലയിലേറ്റ് സംഘടിപ്പിക്കുന്ന കേവല പ്രഹസനങ്ങൾ മാത്രമായി മാറിയിട്ടുണ്ട് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ നടത്തുന്ന രാഷ്ട്രീയ ചർച്ചകളിൽ പലതും. കോട്ടിട്ട അവതാരക തമ്പ്രാക്കന്മാരുടെ അസഹിഷ്ണുതയും അഹങ്കാരവും അതിരുവിടുന്നതും പലപ്പോഴും നാം കണ്ടിട്ടുണ്ട്. നിഷ്പക്ഷതയുടെ മുഖംമൂടി അണിഞ്ഞ പല മാധ്യമങ്ങളും പരസ്യമായി പ്രകടിപ്പിക്കുന്ന ഇടതുവിരുദ്ധത പല രൂപങ്ങളിലാണ് പുറത്തു വരാറുള്ളത്. ചർച്ചയിൽ ഇടത് പ്രതിനിധിക്ക് എതിരായി അണിനിരത്താറുള്ളത് 3 പേരെയായിരിക്കും. UDF സംഘപരിവാർ പ്രതിനിധികൾക്ക് പുറമെ രാഷ്ട്രീയ നിരീക്ഷകൻ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകൻ എന്ന പേരിൽ കൊണ്ടിരുന്ന ആളും ചർച്ച നിയന്ത്രിക്കുന്ന കോട്ടിട്ട തമ്പ്രാക്കളും ഇടത് പ്രതിനിധിയെ കടന്നാക്രമിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ അതിന് മറുപടി പറയാൻ മറ്റുള്ളവർക്ക് അനുവദിക്കുന്ന സമയത്തിന്റെ പകുതി പോലും സമയം അനുവദിക്കുകയുമില്ല. അതേസമയം മറുപടി പറഞ്ഞു തുടങ്ങിയാലോ നിരന്തരമായി ഇടപെട്ടുകൊണ്ടേയിരിക്കുകയും ചെയ്യും. ഫലത്തിൽ 4 പേർക്ക് കൂടി മറുപടി പറയാൻ 1 മിനിറ്റ് പോലും സമയം കിട്ടാത്ത അവസ്ഥയാണ് പലപ്പോഴും ഇടത് പ്രതിനിധികൾക്കുള്ളത്. പ്രഹസനങ്ങളാവുന്ന ഇത്തരം ചർച്ചകളിൽ നിന്ന് ബോധപൂർവം മാറി നിന്നവരിൽ പ്രധാനിയാണ് സഖാവ് എം സ്വരാജ്. എന്നാൽ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത സഖാവ് എം സ്വരാജിനോട് കോൺഗ്രസിന് വേണ്ടി ചർച്ചയിൽ പങ്കെടുത്ത മാധ്യമ പ്രവർത്തകൻ ഒരു ചോദ്യം ചോദിച്ചു. ഇവിടെ ചർച്ചാ വിഷയമാകുന്ന നാളെ മുതൽ ചർച്ചാ വിഷയമാകുന്നത് പിണറായി ഗവൺമെന്റിന്റെ നേട്ടങ്ങളുണ്ടോ, എന്താണ് നിങ്ങളുടെ ഒരു നേട്ടം പറയുന്നൊരു ചോദ്യം സതീശൻ ചോദിച്ചാൽ ഒരു നേട്ടത്തിന് വേണ്ടി പരക്കം പായേണ്ടി വരും. ഇവര് ഒരു നേട്ടം ഇവർ പറയും, വിഴിഞ്ഞം പറയും, സിയാല് പറയും, കണ്ണൂര് പറയും, ഒക്കെ പറയും. സതീശൻ തന്റെ പൊതുയോഗങ്ങളിൽ ചോദിക്കുന്ന ചോദ്യം അതേപോലെ ചോദിച്ചങ്ങ് പോകാമെന്ന് കരുതിയായിരിക്കും മൂപ്പര് ഈ ചോദ്യം ചോദിച്ചതേ ഓർമ്മയുള്ളൂ. ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം കിട്ടി എന്ന് പറഞ്ഞ പോലെയായി സഖാവ് എം സ്വരാജിന്റെ മറുപടി. ബഹുമാന്യനായ ഉമ്മൻചാണ്ടി സർക്കാർ ഒടുവിലത്തെ സമയത്ത് പൊതുവിദ്യാഭ്യാസം സംബന്ധിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറഞ്ഞത് അടിയന്തരമായി 40% സ്കൂൾ പൂട്ടണം എന്നായിരുന്നു. സർക്കാർ സ്കൂൾ ഒറ്റ സ്കൂൾ പൂട്ടിയില്ല എന്നതാണ് ഞങ്ങളുടെ നേട്ടം. പരീക്ഷക്കാലത്ത് പോലും പാഠപുസ്തകം കൊടുക്കാത്ത നിങ്ങളുടെ കാലത്തിൽ നിന്നും ഓണം നേരത്തെ വന്നുവെന്ന് പറഞ്ഞ മന്ത്രിയുടെ വങ്കത്തരങ്ങളിൽ നിന്നും സ്കൂൾ പൂട്ടുന്നതിന് മുൻപേ അടുത്ത കൊല്ലത്തെ പാഠപുസ്തകം കൊടുക്കുന്നതിലേക്ക് മാറിയതാണ് ഞങ്ങളുടെ നേട്ടം. ശിശുമരണ നിരക്കിൽ അമേരിക്കയെ കടത്തി വെട്ടിയതാണ് ഞങ്ങളുടെ നേട്ടം. ജില്ലാ ആശുപത്രിയുടെ മുകളിൽ മെഡിക്കൽ കോളേജ് എന്ന് ബോർഡ് എഴുതി വെച്ച് തടി കൈച്ചലാക്കിയ സ്ഥാനത്ത് ഇപ്പോൾ പത്തനംതിട്ടയിലും അതുപോലെ ഇടുക്കിയിലും വയനാട്ടിലും കാസർഗോഡിലും സർക്കാർ മെഡിക്കൽ കോളേജുകൾക്ക് ദേശീയ അംഗീകാരം നേടിയതാണ് ഞങ്ങളുടെ നേട്ടം. ഇന്ത്യയിൽ ആദ്യമായിട്ട് 2000 രൂപ ക്ഷേമ പെൻഷൻ കൊടുത്തതാണ് ഞങ്ങളുടെ നേട്ടം. വീട്ടമ്മമാരുടെ പെൻഷൻ എന്ന ചരിത്രത്തിലെ ആദ്യ ചുവടുവയ്പ് ഇന്ത്യയിൽ കേരളത്തിൽ തുടങ്ങിയതാണ് ഞങ്ങളുടെ നേട്ടം. അഭ്യസ്തവിദ്യരായ യുവതീ യുവാക്കൾക്ക് പ്രതിമാസ സ്റ്റൈപ്പൻഡ് ഏർപ്പെടുത്തിയാണ് ഞങ്ങളുടെ നേട്ടം. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നിയമന നിരോധന ഉത്തരവിറക്കി PSC വഴിയുള്ള നിയമനങ്ങൾ മരവിപ്പിച്ചപ്പോൾ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് 3 ലക്ഷം ചെറുപ്പക്കാരെ സർക്കാർ ഉദ്യോഗസ്ഥരാക്കി മാറ്റിയതാണ് ഞങ്ങളുടെ നേട്ടം. 4 ലക്ഷം പേർക്ക് പട്ടയം കൊടുത്താണ് ഞങ്ങളുടെ നേട്ടം. 5 ലക്ഷം കുടുംബങ്ങൾക്ക് വീട് നൽകിയതാണ് ഞങ്ങളുടെ നേട്ടം. നിങ്ങൾ പകുതി വഴിയിൽ വെച്ച് അവസാനിപ്പിച്ച് അസാധ്യം എന്ന് ഫയലിൽ എഴുതി വെച്ച ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തിയാക്കിയതാണ് ഞങ്ങളുടെ നേട്ടം. നിങ്ങൾ പകുതി വഴിയിൽ അവസാനിപ്പിച്ച് അസാധ്യമെന്ന് തീർപ്പ് കൽപ്പിച്ച കൊച്ചി ഇടമൺ പവർ ഹൈവേ പൂർത്തിയാക്കി പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത 10 കൊല്ലം സമ്മാനിച്ചതാണ് ഞങ്ങളുടെ നേട്ടം. നിങ്ങൾ അസാധ്യമെന്ന് തീർപ്പ് കൽപ്പിച്ച ദേശീയപാത വികസനം യാഥാർത്ഥ്യമാക്കിയതാണ് ഞങ്ങളുടെ നേട്ടം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി തിരുവനന്തപുരത്ത് സ്ഥാപിച്ചതാണ് ഞങ്ങളുടെ നേട്ടം. കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊല്ലത്ത് ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ സ്ഥാപിച്ചതാണ് ഞങ്ങളുടെ നേട്ടം. കേരളത്തിലെ ആദ്യത്തെ അഡ്വാൻസ്ഡ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരത്ത് ആരംഭിച്ചതാണ് ഞങ്ങളുടെ നേട്ടം. ഇന്ത്യയിലെ ആദ്യത്തെ ജല മെട്രോ കൊച്ചിയിൽ യാഥാർത്ഥ്യമാക്കിയതാണ് ഞങ്ങളുടെ നേട്ടം. ഇങ്ങനെ ഈ ചർച്ചയ്ക്ക് സമയമുണ്ടെങ്കിൽ ഒരു 1-2 മണിക്കൂർ ഞാൻ ഈ ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ വിശദീകരിച്ചു തരാം. എനിക്കിപ്പോൾ ഒരു സംശയമുണ്ട്. ശ്രീകുമാർ താങ്കളിൽ നിന്ന് ഇതൊക്കെ കേൾക്കാൻ വേണ്ടി ചോദിച്ചതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ ആദ്യമായി മനുഷ്യഹൃദയം ഒരു ജില്ലാ ആശുപത്രിയിൽ മാറ്റിവെച്ചത് അങ്ങ് ശ്രദ്ധിച്ചിട്ടില്ലേ? K-Phone ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം അല്ലേ? ലൈഫ് പദ്ധതി ഒരു ഫ്ലാഗ്ഷിപ്പ് അല്ലേ? ഇപ്പം അദ്ദേഹം പറയുന്നു, മറ്റേ പ്രതിപക്ഷ നേതാവ്, ഞാൻ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പറയുന്നില്ല, അദ്ദേഹം വന്ന് അബദ്ധത്തിൽ പോലും ഒരു സത്യം പറയാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ ദുഃഖമേ ഉള്ളൂ. രേഖകളും കണക്കുകളും വെച്ച് നമ്മൾ സംസാരിക്കുക. നമ്മുടെ തിരുവനന്തപുരത്താണ് ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഉണ്ടായത്. അഡ്വാൻസ്ഡ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് വലിയൊരു നേട്ടമല്ലേ? റൈറ്റ്. അതായത് ശ്രീ സജീവൻ ഇപ്പോൾ ഇതൊന്ന് ആലോചിച്ച മുഴുവൻ ഇതല്ലേ? ശ്രീകുമാർ സാറ് മനസ്സിൽ കാണുന്നുണ്ടാവും ഇത് എൻ്റെ ഐഡിയ ആയിപ്പോയി എന്ന് പറഞ്ഞു. വികസനമൊക്കെ ഈ ചർച്ചയിലേക്ക് എടുത്തിട്ട് സ്വരാജ് ഒരു 100,000 ഫ്ലാഗ്ഷിപ്പ് പദ്ധതികളെ കുറിച്ച് പറയുന്നത് അദ്ദേഹം പറയാത്തത് ചിലത് നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഇപ്പോൾ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം. ശ്രീകുമാർ ഒരു കാര്യമില്ലാതെ ഒരു സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ നാട്ടുകാരെ കേൾപ്പിക്കാൻ ഒരു അവസരം കൊടുത്തു സുരാജിനാണ്. മൂലയിൽ കിടന്ന് മഴയെടുത്ത് സ്വന്തം കാലിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെയും കണ്ണൂർ വിമാനത്താവളത്തിന്റെയും തുടക്കം, അതിന്റെ മുൻപോട്ടുള്ള പോക്ക്,
ഒടുവിൽ എത്തി നിൽക്കുന്നത്. ഇത് പല സർക്കാരുകൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ UDF സർക്കാരാണോ ഈ ആശയം കൊണ്ടുവന്നതും അതിൻ്റെ ആദ്യ നടപടികൾ സ്വീകരിച്ചതും തുടക്കം കുറിച്ചതും? ഇനിയിപ്പോൾ അവസാനിപ്പിച്ചത് നിങ്ങളാണോ? തുടർച്ചയായി 2 ടൈം ഭരിക്കാൻ കഴിഞ്ഞതുകൊണ്ടാവാം ഒട്ടേറെ കാര്യങ്ങൾ ഈ ഗവൺമെന്റിന് തന്നെ ആവിഷ്കരിക്കാനും നടപ്പാക്കാനും സാധിച്ചു. ശരി, അതിദാരിദ്ര്യം ഇല്ലാതാക്കി എന്തിനാണ് വലിയ നേട്ടങ്ങളെ നമ്മൾ വില കുറയ്ക്കാനും വീഴ്ത്താനും പോകുന്നത്? റൈറ്റ്. എം സ്വരാജ് പൂക്കളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ വികസനത്തിൻ്റെ ഒരു പൂവാണ് സ്വരാജിനോട് എൻ ശ്രീകുമാർ ചോദിച്ചത്. ഒരു പൂക്കാലം തന്നെയാണ് എം സ്വരാജ് തിരിച്ച് സമ്മാനിച്ചത്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.